തീർച്ചയായും ഇതൊരു മുന്നണി മര്യാദയുടെ ലംഘനം എന്ന് തന്നെയാണ് CPI കരുതുന്നത്. അത് അവർക്ക് വലിയ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വേളയിൽ CPM-ന്റെ ദേശീയ സെക്രട്ടറി MA ബേബി പോലും ഇക്കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാകും, LDF ചർച്ച ചെയ്യും, എല്ലാ പാർട്ടികളുടെ അഭിപ്രായം രൂപീകരിച്ച ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനമെടുക്കൂ എന്ന് അടക്കം അറിയിച്ച കാര്യമാണ്. പക്ഷേ അക്കാര്യത്തിൽ പൊടുന്നനെ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് MOU-ൽ സർക്കാർ ഒപ്പുവെച്ചു എന്നുള്ള കാര്യം CPI നേതാക്കൾ അറിയുന്നത്. CPI സംസ്ഥാന സെക്രട്ടറിയുടെ പോലും ആദ്യ പ്രതികരണം മാധ്യമങ്ങളിലൂടെ വന്ന അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം CPM-ന്റെ ഭാഗത്തുനിന്നും LDF നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നതാണ് CPI കടുത്ത അതൃപ്തിയിലേക്ക് എത്തിച്ചത്. മന്ത്രിമാരടക്കം അക്കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. ഒരു വേള മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് പോലും വിട്ടുനിൽക്കുവാനുള്ള തീരുമാനത്തിലേക്ക് വരെ CPI ആലോചന നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ എത്തുകയും ഇക്കാര്യങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ ചേർന്ന കാര്യങ്ങൾ അറിയിക്കുകയും പിന്നീട് 3:30 കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചതാണ് അല്പം മഞ്ഞുരുക്കത്തിന് കാരണമായത്. ചില സമവായങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നിപ്പിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയെ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങളെടുത്ത പൊതു നിലപാട് CPI-യുടെ അതൃപ്തിയും എതിർപ്പുമൊക്കെ മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്ന് തന്നെ നിർദ്ദേശമാണ് അംഗങ്ങൾ. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇനി ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളും അവിടേക്ക് എത്തും. അരമണിക്കൂറോളം നേരം കൂടിക്കാഴ്ച നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അവിടെ നിന്നും വയലാറിലെ പൊതുസമ്മേളന വേദിയിലേക്ക് പോവുകയും ചെയ്യുക. അതിനിടെ എന്തെങ്കിലും അനിഷ്ടമായുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത തീരുമാനങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് സംബന്ധിച്ചൊരു ആലോചനാ യോഗം CPI നടത്തും. സെക്രട്ടേറിയറ്റ് യോഗം CPI ചേരുകയും ചെയ്യും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാകുമെന്നാണ് CPI നേതാക്കൾ അറിയിക്കുന്നത്. എന്തായാലും കടുത്ത എതിർപ്പ് CPI-ക്കുണ്ട്. CPI നേതാക്കൾ ഞാൻ ജോസിയിലേക്ക് വരാം. വിജിൻ വായന്തോടുകൂടി തുടരുന്നുണ്ട്. വിജിൻ, ഇവിടെ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകണം എന്ന ആവശ്യത്തിൽ ബിനോയ് വിശ്വം ഉറച്ചു നിന്നാൽ, CPI ഉറച്ചു നിന്നാൽ അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കില്ലേ, സമ്മർദ്ദത്തിലാക്കില്ലേ? CPI ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അത് ഒന്ന്, മുന്നണിയിൽ ആലോചിക്കാതെ തങ്ങളുമായി ഒരു ആശയവിനിമയം പോലും നടത്താതെ 2 തവണ തങ്ങളുടെ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച ഒരു തീരുമാനം, അത് ആരും അറിയാതെ നടപ്പിലാക്കിയുള്ള അതൃപ്തിയാണ്. അത് പ്രകടമായി, അതായത് മുന്നണിയിൽ ഒരു വിലയും നൽകാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് CPI സംബന്ധിച്ചിടത്തോളം വലിയ അമർഷമായി തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എന്നത് PM ശ്രീയിൽ അപ്പുറം മുന്നണി മര്യാദകൾ പാലിക്കപ്പെടണം എന്നുള്ളതാണ് CPIയുടെ ആവശ്യമെന്ന് പറയുന്നത്. PM ശ്രീയിൽ ഇനിയിപ്പോൾ പിന്നോട്ട് പോവുക എങ്ങനെ എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. മുഖ്യമന്ത്രി അത് തന്നെയായിരിക്കും വിശദീകരിക്കാൻ പോകുന്നത്. ഈ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ എല്ലാ വകുപ്പുകളിലും പണം തടഞ്ഞു വെക്കുന്നു, അവരുടെ ബ്രാൻഡിംഗ് ഉൾപ്പെടെ നടത്തണം എന്ന കാര്യം പറഞ്ഞ് പണം തടഞ്ഞു വെക്കുന്നു. അങ്ങനെ ഈ നയപരമായ ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് തീരുമാനം, എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ ബിനോയ് വിശ്വം ഒന്നും വേണ്ടിയിട്ടില്ല. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇപ്പോൾ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. 3:30 നിർണായകമായ കൂടിക്കാഴ്ച. അതിനായി ബിനോയ് വിശ്വം തിരിച്ചിരിക്കുന്നു. ഒപ്പം മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും അദ്ദേഹത്തിനൊപ്പം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്.